അന്താരാഷ്ട്ര തലത്തിലേക്ക് വന്നാൽ വീണ്ടും ട്രംപിന്റെ ഒരു ഭീഷണി വന്നിരിക്കുന്നു. ഇത്തവണ അത് റഷ്യയ്ക്ക് നേരെയാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കെതിരെ 100% തീരുവ ചുമത്തുമെന്ന ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 50 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കാൻ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ 100% നികുതി ഏർപ്പെടുത്തുമെന്നാണ് ഭീഷണി. വൈറ്റ് ഹൌസിൽ നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. US-ൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി യുക്രൈന് നൽകുന്നത് നാറ്റോ സെക്രട്ടറി ട്രംപുമായി ചർച്ച ചെയ്തു. അത്തരം നടപടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സമാധാനത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ തയ്യാറാകാത്തതിൽ ട്രംപ് നേരത്തെ തന്നെ നിരാശ പ്രകടിപ്പിച്ചിരുന്നു. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, തീരുവ എന്നത് ട്രംപിനെ സംബന്ധിച്ചൊരു ആയുധമാണ്. അത് പലതരത്തിൽ ആ ആയുധം ട്രംപ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയതാണ് ട്രംപ്. എങ്കിലും അത് വഴങ്ങുന്ന സാഹചര്യമില്ല. ഒരു തീരുമാനം എത്തി എന്ന് പറഞ്ഞതിന് പിന്നാലെ ആക്രമണം ഉണ്ടാവുന്ന സാഹചര്യം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ പ്രതിഷേധത്തിലാണ് ട്രംപ്. എങ്ങനെയാണ് ഈ തീരുവ എന്ന ആയുധം ഇപ്പോൾ ഉപയോഗിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്? ശ്രീജ, പലതവണ ഈ യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു, അതായത് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം. പക്ഷേ അക്കാര്യത്തിലൊന്നും തന്നെ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറായില്ലായിരുന്നു. ആ ബന്ധം അങ്ങനെ വഷളായി പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ട്രംപ് പറഞ്ഞത് പുടിൻ നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ ബോംബിട്ട ആളുകളെ കൊല്ലുമെന്ന തരത്തിലുള്ള ഇതിലുള്ള ചില പരാമർശങ്ങളൊക്കെ ആ സംഭാഷണത്തിന് ശേഷം, അതായത് ഫോണിൽ നടത്തിയ സംഭാഷണത്തിന് ശേഷം ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ വ്യക്തമായതായിരുന്നു ട്രംപും പുടിനുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ്, അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് US കടക്കുമെന്നുള്ളൊരു സൂചനയുണ്ടായിരുന്നു. അതാണിപ്പോൾ ട്രംപ് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് നാറ്റോ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ച ശേഷം. അതായത് 50 ദിവസം സമയം അനുവദിക്കുന്നു. ഇതിനുള്ളിൽ തന്നെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തണം. അതിന് പുടിൻ തയ്യാറാകണം. അതിന് തയ്യാറായില്ല എങ്കിൽ 100% താരിഫ് ചുമത്തുമെന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ രണ്ടാം ഘട്ടത്തിലെ താരിഫുകളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യം റഷ്യയ്ക്ക് മേൽ നടക്കും. ഒപ്പം തന്നെ റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റ് രാജ്യങ്ങൾക്കും ഇതേ രീതിയിലുള്ള തീരുവ ചുമത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരു ഭീഷണി സ്വരത്തിലുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിലെന്ത് നിലപാട് റഷ്യ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇതിൽ വ്ളാഡിമിർ പുടിൻ വഴങ്ങുമെന്നുള്ളതാണ് ട്രംപ് കണക്കുകൂട്ടുന്നത്. മറ്റൊന്ന്, നോർത്ത് കൊറിയയുമായി ഈ ഒരു കരാറിൽ ഏർപ്പെടാനുള്ള ഒരു ശ്രമം US-ഉം ഒപ്പം ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെ റഷ്യ രംഗത്ത് വന്ന സാഹചര്യം. കാരണം ഈ യുക്രൈനുമായി ആരംഭിച്ച 2022 ആരംഭിച്ച ഈ യുദ്ധം ഇങ്ങനെ അനന്തമായി നീളുകയാണ്. അതിൽ വലിയ നാശനഷ്ടങ്ങൾ റഷ്യയ്ക്കും കനത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആയുധങ്ങളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോർത്ത് കൊറിയയിൽ നിന്നാണ് പിന്നീട് ഈ ആയുധങ്ങളൊക്കെ റഷ്യ വാങ്ങുകയും ചെയ്ത. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ നോർത്ത് കൊറിയയുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ അത് റഷ്യയെ കൂടുതൽ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ താരിഫ് ചുമത്തുന്നതിലോടുകൂടി തൻ്റെ വഴിക്ക് പുടിനെത്തും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ തൻ്റെ ഇടപെടലിലൂടെ കൂടി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് ട്രംപ് കണക്കുകൂട്ടുന്നത്. നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനും ഒക്കെ തന്നെ ഇതേ നിലപാട് ട്രംപ് വെച്ചിരുന്നു. ആ നിലപാടിൽ അവർ വഴങ്ങുകയും പിന്നീട് വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയും ചെയ്തതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും തന്നെ പിന്നീട് അവർ വെടിനിർത്തലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള നിലനിൽക്കുന്നത്. ആ രീതിയിൽ യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് ട്രംപ് കരുതുന്നു. മറ്റൊന്ന്, ഈ നാറ്റോയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകുക, യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി US-ന്റെ ഭാഗത്തുനിന്നുണ്ട്. പേട്രിയറ്റ് മിസൈലുകൾ അടക്കം നൽകാൻ US തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആയുധങ്ങളൊക്കെ ഞങ്ങൾ നൽകും, പക്ഷേ നാറ്റോ ഇതിൻ്റെ, അതായത് യൂറോപ്യൻ യൂണിയനുകൾ ഇതിൻ്റെ തുക അമേരിക്കയ്ക്ക് കൈമാറണം. ഇതിൻ്റെ ആയുധങ്ങൾ യുക്രൈന് കൈമാറുമ്പോൾ അതിൻ്റെ എല്ലാം തുക കൈമാറേണ്ടത് യൂറോപ്യൻ യൂണിയനിൻ്റെ പ്രതിനിധികളാണ് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ ആയുധം യുക്രൈനിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ അനന്തമായി ഇങ്ങനെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ പുടിനെ സംബന്ധിച്ച് സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. മറ്റൊന്ന്, ഈ വിഷയം, സുരക്ഷാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ട്രംപിൻ്റെ പ്രതിനിധി കീവിലെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈൻ സൈനിക ഇന്റലിജൻസ് മേധാവിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.
ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്ത ഈ ശ്രമം പരാജയപ്പെട്ടതോടുകൂടി ഈ കൂടുതൽ ആയുധങ്ങളും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിൽ ഇനി റഷ്യയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി, എം ജി മിഥുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.